പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്താണ് റബീഉൽ അവ്വൽ മാസത്തിൻ്റെ സവിശേഷത എടുത്തു പറയാൻ മാത്രം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇന്ന് ലോകത്ത് ചില ഭാഗങ്ങളിലെങ്കിലും വലിയ പരിഗണന നൽകപ്പെടുന്ന മുസ്ലിമീങ്ങളുടെ ഏതോ സവിശേഷമായ മാസമെന്ന് കണക്കാക്കപ്പെടുന്ന ഒരു പരിഗണന ഈ മാസത്തിന് കിട്ടിയിട്ടുണ്ട്. സത്യത്തിൽ എന്താണ് പ്രാമാണികമായി ഈ റബീഉൽ അവ്വൽ മാസത്തിനുള്ള പ്രത്യേകത എന്ന് പരിശോധിച്ചാൽ, പ്രമാണബദ്ധമായി റബീഉൽ അവ്വൽ മാസത്തിന് ഒരു തരത്തിലുള്ള മഹത്വങ്ങളും നമുക്ക് കാണാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ വിശുദ്ധ കലാമായ ഖുർആനോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങളോ റബീഉൽ അവ്വൽ മാസത്തിന് സവിശേഷമായ ചില പ്രത്യേകതകളുണ്ടെന്നോ പവിത്രതകളുണ്ടെന്നോ അതുപോലെ പ്രത്യേകമായ ചില അമലുകൾ കൊണ്ട് അലങ്കരിക്കപ്പെടേണ്ടതുണ്ടെന്നോ പറഞ്ഞതായിട്ട് നമുക്കിവിടെയും കാണാൻ കഴിയില്ല. അങ്ങനെ ഒന്നും ഇസ്ലാമിനകത്ത് ഇല്ലതാനും. മുഹറം തുടങ്ങിയിട്ടുള്ള പവിത്രമായ 4 മാസങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളതുപോലെയുള്ള അള്ളാഹുവിൻ്റെ പവിത്രതയോ റമദാൻ മാസത്തിന് നൽകിയിട്ടുള്ളതുപോലെയുള്ള പ്രത്യേകമായ അനുഷ്ഠാനങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളോ ഒന്നും തന്നെ റബീഉൽ അവ്വൽ മാസത്തിന് നമുക്ക് കാണാൻ കഴിയില്ല. എന്നാലും ചരിത്രപരമായ ചില പ്രാധാന്യങ്ങൾ റബീഉൽ അവ്വൽ മാസത്തിനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് നിഷേധിക്കാൻ നമുക്ക് മുമ്പിൽ വകുപ്പില്ലതാനും. ചരിത്രപരമായ അതിൻ്റെ ഒരു പിൻബലം എന്ന് പറയുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു എന്ന് പറയുന്നതല്ല. ഈ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ അഭിപ്രായമുണ്ട്. സ്ഥിരപ്പെട്ട ഒരു അഭിപ്രായം വന്നിട്ടേ ഇല്ല. ആധികാരികമായി ഇന്ന ഡേറ്റിൽ ഇന്ന ദിവസത്തിലാണ് ജനിച്ചത് എന്ന് പറയാൻ കഴിയുന്ന വിധത്തിൽ പ്രവാചകൻ്റെ ജനനം രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ചില നിരീക്ഷണങ്ങളും നിഗമനങ്ങളുമാണ് പിൻഗാമികൾ നടത്തിയത്. അത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് താനും. റജബ് എന്ന് പറഞ്ഞവരുണ്ട്, റബീഉൽ ആഖിർ എന്ന് പറഞ്ഞവരുണ്ട്, റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞവരുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഭിന്ന അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നൊരു വിഷയത്തിൻ്റെ ഒറ്റ അഭിപ്രായം കൊണ്ട് നമുക്കതിൻ്റെ ഒരു ചരിത്രപരമായ ഒരു പ്രസക്തി എങ്ങും ചർച്ച ചെയ്യാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായ ഹിജ്റ, ആ ഹിജ്റ സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തേക്ക് കടന്നു വരുന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. അത് റബീഉൽ അവ്വൽ മാസത്തിൽ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ചരിത്രപരമായ ഒരു പ്രാധാന്യമാണ്. ഇപ്പോൾ ഈ റബീഉൽ അവ്വൽ മാസത്തിനുള്ള സമീപന രീതി സമൂഹത്തിനിടയിൽ 2 രീതിയിലാണ്. ഒന്ന്, റബീഉൽ അവ്വൽ മാസത്തിന് എന്തൊക്കെയോ പവിത്രതകളുണ്ട്, പരിശുദ്ധികളുണ്ട് എന്ന് പതിച്ചു കൊടുക്കുകയും പ്രത്യേകമായ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷ രീതികളുമായി അതിനെ സമീപിക്കുന്ന ഒരു വിഭാഗവും, എന്നാൽ റബീഉൽ അവ്വൽ മാസത്തെ ചില ആൾക്കാരിങ്ങനെ ആദരിക്കുകയും അനാവശ്യമായി ബഹുമാനിക്കുകയും വല്ലാണ്ടെടുത്ത് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ വിമർശിക്കുകയും അതോടൊപ്പം തന്നെ അതിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ നമുക്ക് കാണാൻ കഴിയും. ഈ സത്യത്തെ സത്യസന്ധമായി നിഷ്പക്ഷമായി സമീപിക്കേണ്ടവരാണ് വിശ്വാസികൾ. അവിടെ ഒരു മത്സര ബുദ്ധി നമുക്ക് പാടില്ല. ചരിത്രപരമായൊരു വലിയൊരു പ്രാധാന്യമാണ് റബീഉൽ അവ്വൽ മാസത്തിൽ ഹിജ്റ സംഭവിച്ചു എന്നുള്ളത്. കാരണം അത്രയും പ്രധാനപ്പെട്ട സംഗതിയാണ് ഹിജ്റ എന്നുള്ളത്. ഹിജ്റ കലണ്ടർ ആരംഭിക്കുന്നത് മുഹറം മുതലാണെങ്കിലും ഹിജ്റയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി മക്കത്ത് നിന്ന് പുറപ്പെടുന്ന സഫർ മാസത്തിൻ്റെ അവസാന വാരവും മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെല്ലുന്നത് റബീഉൽ അവ്വൽ മാസത്തിലുമാണ് എന്നുള്ളതാണ് ചരിത്രരേഖ. അപ്പോൾ എന്തുകൊണ്ട് ഏതുപോലെ നമ്മൾ മുഹറം മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫറോവയിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാമിനും സമൂഹത്തിനും മോചനം നൽകി എന്നത് മുഹറം മാസത്തിൻ്റെ ചരിത്ര പ്രാധാന്യമായതുപോലെ റബീഉൽ അവ്വൽ മാസത്തിനുള്ളൊരു ചരിത്രപരമായൊരു പ്രാധാന്യമാണ് ഹിജ്റ എന്നുള്ളത്. അതുപോലെ തന്നെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗവും ഐക്യകണ്ഠേന ചരിത്രകാരന്മാർ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളൊരു മാസവുമാണ് റബീഉൽ അവ്വൽ മാസം. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ചരിത്രപരമായൊരു സവിശേഷത പറഞ്ഞു എന്ന് മാത്രമല്ലാതെ അങ്ങനെ ചരിത്രപരമായൊരു പ്രാധാന്യമുള്ളത് കൊണ്ട് ഈ മാസത്തിൽ ഇന്ന അമലുകൾ അധികമായി മുസ്ലിമീങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന കാര്യങ്ങൾ പരിഗണിക്കണമെന്ന് പറഞ്ഞൊരു വാചകവും അള്ളാഹുവിൻ്റെയോ റസൂലിൻ്റെ ഭാഗത്ത് നിന്നില്ല. പ്രത്യേകമായ ആചാരങ്ങളോ പ്രത്യേകമായ അനുഷ്ഠാനങ്ങളോ മറ്റൊന്നും ഈ റബീഉൽ അവ്വൽ മാസത്തിൽ അവകാശപ്പെടാനില്ല എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്.
പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോൾ പൊതുവിൽ കണ്ടുവരുന്ന ചില കാഴ്ചകളുണ്ട്. അതിൻ്റെ ആധാരമായി അവർ ഉന്നയിക്കുന്നത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന മരണങ്ങൾക്ക് സാക്ഷിയായ മാസത്തിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള സ്നേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ ആവേശങ്ങളിലേക്ക് സമൂഹം ഇറങ്ങി ചെല്ലുമ്പോൾ അതെങ്ങനെയാണ് വിമർശിക്കപ്പെടുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സ്നേഹപ്രകടനമായിട്ടാണ് പലരും നബിദിന എന്ന നിലയിലും നബി ആഘോഷം എന്ന നിലയിലുമൊക്കെ റബീഉൽ അവ്വൽ മാസത്തെ സമീപിക്കുന്നത്. ഇസ്ലാമിനകത്ത് നബി സ്നേഹമുണ്ട് എന്നല്ലാതെ നബിദിന സ്നേഹം എന്നൊരു സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടേ ഇല്ല. നബിദിന സ്നേഹം, ദിനസ്നേഹം, ജനിച്ചു എന്നതും മരിച്ചു എന്നതും ഒരു ദിവസത്തെ പ്രത്യേകമായി ആചരിക്കാനുള്ള കാരണമായി ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആചരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസവും ഇവിടെ എന്ത് ചെയ്യില്ല, പള്ളിക്കൂടം കുട്ടികളെ പറഞ്ഞു വിടാൻ പറ്റില്ല, ഒരു ഓഫീസിലും പ്രവർത്തിക്കാൻ കഴിയില്ല. കാരണം എല്ലാ ദിവസവും 1,50,000-ലേറെ ആൾക്കാർ ഒരു ദിവസം ഇവിടെ മരിക്കുന്നുണ്ട്. അതിൽ എത്രയോ മഹാന്മാരുണ്ട്. 2 ലക്ഷത്തോളം ആൾക്കാർ ഒരു ദിവസം ഇവിടെ ജനിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് ആൾക്കാർ മഹാന്മാരായി തീരുന്നുണ്ട്. അപ്പോൾ ജനിക്കുന്നവൻ്റെ ജീവിതം പരിശോധിച്ചിട്ട് മരിക്കുന്നവനെയും ജീവിതം പരിശോധിച്ചിട്ട് മഹാന്മാരാണ് ജനിച്ചത്, മഹത്വമുള്ളവരാണ് മരിച്ചത്. അതുകൊണ്ട് ഈ ദിവസങ്ങളെല്ലാം പൊതു അവധിയായി, പൊതു ആഘോഷമായി, പൊതു ആചാരമായി, അനുസ്മരണമായി മാറ്റണമെന്ന് തീരുമാനിച്ചാൽ 365 ദിവസവും അവധിയായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കലണ്ടറിൽ കറുപ്പിനേക്കാൾ കൂടുതൽ ചുവപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ദിവസവും അവധിയായിക്കൊണ്ടിരിക്കുകയാണ് ജനനത്തിൻ്റെയും മരണത്തിൻ്റെ പേരിൽ. പക്ഷേ ഇസ്ലാമിനകത്ത് ജനനത്തിൻ്റെയോ മരണത്തിൻ്റെ പേരിൽ ഒരു ആചാരവും ഒരു അനുഷ്ഠാനവും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഇവിടെ കാണുന്ന നബി സ്നേഹം എന്നുള്ളത് അത് നബിദിന സ്നേഹമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് വ്യക്തമായ തെളിവുകൾ ഉണ്ട് താനും. ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോൾ മാത്രം ചില ആൾക്കാർക്കുണ്ടാവുന്ന ആവേശം, ചില പ്രത്യേകമായ ആചാരങ്ങൾ, ചില പ്രത്യേകമായ ആഘോഷ രീതികൾ, എല്ലാവരുടെ ഉള്ളിലും കടന്നു വരുന്ന വലിയ വികാര പ്രകടനങ്ങൾ. പക്ഷേ റബീഉൽ അവ്വലിൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതെല്ലാം കെട്ടടങ്ങി അവസാനിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ചില ദിവസങ്ങളിലേക്ക് ഒതുങ്ങി നിൽക്കേണ്ടവനാണോ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായൊരു മാസത്തിലെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം സ്നേഹിക്കപ്പെടേണ്ട വ്യക്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഒരു വിശ്വാസിക്ക് ഉണരാനോ ഉറങ്ങാനോ കഴിയില്ല. അതാ യഥാർത്ഥ പ്രവാചക സ്നേഹി. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ചര്യയിലൂടെയാണ് ഒരു വിശ്വാസി ഉറങ്ങാൻ കിടക്കുന്നത്. പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തുകൾ ഹയാത്താക്കിക്കൊണ്ടാണ് ഒരു വിശ്വാസി ഉണരുന്നത്. ഉണർച്ചയിലും ഉറക്കത്തിൽ പോലും ഒരു വിശ്വാസി പ്രവാചകനെ സ്നേഹിക്കുകയും പ്രവാചകന് ജീവിതം പകർത്തുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ പ്രവാചക സ്നേഹിയായി മാറുക. അതിന് ചില ദിവസങ്ങളല്ല, ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ള ചര്യകളെ ജീവിതത്തിലേക്ക് പകർത്തുന്നവരാണ് യഥാർത്ഥ പ്രവാചക സ്നേഹി. അങ്ങനെ ഒരു പ്രവാചക സ്നേഹം കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ആ സ്നേഹം ചില ദിവസങ്ങൾ കൊണ്ട് അവസാനിക്കില്ല. അങ്ങനെ അവസാനിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ചില ദിവസങ്ങൾ വന്ന് ആഘോഷിച്ചിട്ട് ആഘോഷത്തിന്റെ തിമിർപ്പും താളവും മേളവും ഒക്കെ അവസാനിക്കുമ്പോൾ എല്ലാ പ്രവാചക സേവവും കെട്ടിപ്പൂട്ടി മടക്കി വെച്ചിട്ട് അടുത്ത റബീഉൽ അവ്വൽ വരട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന വിശ്വാസിയോട് പറഞ്ഞ വാചകമാണ്, നിന്റെ മാതാപിതാക്കളെക്കാൾ, നിന്റെ മക്കളെക്കാൾ, നിന്റെ ബന്ധങ്ങളെക്കാളും, നിന്റെ ദുനിയാവുള്ള സർവ്വ കണക്ഷനുകളെക്കാളും എന്നോട് നീ സ്നേഹം വെക്കാതെ നീ മുഅ്മിനാകില്ല എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഈ ദുനിയാവിൽ എന്തൊക്കെയുണ്ടോ വിലപ്പെട്ടതായിട്ട് ആ എല്ലാത്തിനേക്കാൾ മുകളിൽ പ്രവാചകനെ സ്നേഹിക്കാൻ കഴിയാതെ ഒരു വിശ്വാസിയുടെ ഈമാൻ ശരിയാവില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അല്പം കൂടി കടന്നു പറഞ്ഞു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും എന്ന്. അള്ളാഹു അല്പം കൂടി കടന്ന സംസാരിച്ചത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തത്തെക്കാളും അവൻ ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിൻ്റെ റസൂലായിരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. നമുക്ക് നമ്മളോടുള്ള സ്നേഹത്തിനേക്കാളും എല്ലാവർക്കും ഒരു സ്നേഹം സ്വന്തത്തിനോട് കാര്യത്തിൽ വലിയ കാര്യം സ്വന്തം കാര്യം എന്ന് പറയും പോലെ എല്ലാവർക്കും ഏറ്റവും പ്രിയം അവനവനോട് തന്നെയാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കിയുള്ളവർ. എന്നാൽ വിശുദ്ധ ഖുർആനും പറഞ്ഞത് നിനക്ക് നിന്നോടുള്ളതിനേക്കാൾ സ്നേഹം നബിയോട് വേണമെന്ന്. ഓരോ മനുഷ്യനും അവനെ സ്നേഹിക്കുന്നതിനേക്കാളും അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കണം. അവിടെയാണ് ഒരു വിശ്വാസിയുടെ ഈമാൻ പൂർത്തിയാവുക എന്നാണ് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബിയോട് പറഞ്ഞല്ലോ, നബിയോട് പറഞ്ഞ അല്ലാഹുവിൻ്റെ റസൂൽ, എനിക്ക് ഈ ദുനിയാവിൽ മറ്റെന്തിനേക്കാളും അങ്ങാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. എന്നോടുള്ള സ്നേഹം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്നോടൊരു സ്നേഹമുണ്ട്. സത്യസന്ധമായൊരു വാചകമാണ്, ഹൃദയത്തിൽ നിന്ന് പറഞ്ഞൊരു വാചകമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രവാചകർ അങ്ങനെയാണ് എനിക്ക് ഏറ്റവും പ്രിയമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല ഉമറേ, പറ്റില്ല, മതിയാവില്ലെന്ന്. നിന്റെ ഈമാൻ ശരിയാവാൻ, നിന്റെ വിശ്വാസം പൂർണ്ണമാകാൻ ഈ സ്നേഹം മതിയാകില്ലെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എത്രത്തോളം നീ നിന്നെക്കാളും എന്നെ സ്നേഹിക്കണം ഉമറേ എന്ന്, നീ നിന്നെക്കാളും എന്നെ സ്നേഹിക്കണമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നിമിഷത്തെ ആലോചന, ഒരു നിമിഷത്തെ ചിന്തകേശ് അദ്ദേഹം പറഞ്ഞു, നബിയെ, എന്നെക്കാളും ഞാൻ ഈ നിമിഷം മുതൽ അങ്ങയെ സ്നേഹിക്കുന്നുണ്ട് എന്ന്.
ഈ നിമിഷം മുതൽ എനിക്ക് എന്നെക്കാളും ഇഷ്ടം അങ്ങയോടാണ് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത് സഹാബക്കളുടെ ജീവിതമാണ്. ഇത് സഹാബത്തിന്റെ ജീവിതത്തിൽ അവർ നബിയെ സ്നേഹിച്ചത് കൂടി നമുക്ക് പഠിക്കേണ്ട ഒരു മേഖലയാണ്. ഇത് ഉമർ റളിയല്ലാഹു അൻഹു നബി പറഞ്ഞപ്പോൾ വെറുതെ ഒന്ന് തള്ളി വെച്ചതാണെന്ന് കണക്കാക്കല്ലേ. ആ സിറ്റുവേഷനൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും ഞാൻ കഴിഞ്ഞാൽ പിന്നെ അങ്ങയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നു. ഇല്ല ഉമറെ പറ്റൂല എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ നബി എന്നെക്കാൾ അങ്ങയാണ് ഇഷ്ടമെന്ന് വെറുതെ ഒന്ന് തള്ളി വെച്ചതാണോ? അങ്ങനെ തള്ളി പറഞ്ഞു പോയതല്ല, വെറും വാചകം പറഞ്ഞു പോയതല്ല. സ്വന്തം ശരീരങ്ങളെക്കാൾ അല്ലാഹുവിൻ റസൂലിനെ സ്നേഹിച്ചവരാണ് സഹാബാക്കൾ. ഒരുപാട് സംഭവങ്ങൾ കാണാൻ കഴിയും നമുക്ക്. ഒരുപാട് ഘട്ടങ്ങളിൽ സഹാബാക്കൾ പ്രകടിപ്പിച്ച സ്നേഹം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരെക്കാൾ നബിയെ സ്നേഹിച്ചിട്ടുണ്ട് എന്ന്. ഉഹുദിന്റെ രണാങ്കണത്തിൽ വെച്ച് അല്ലാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത പ്രചരിക്കുമ്പോൾ വിശ്വാസികളുടെ വീര്യം ചോർന്നു പോയിട്ട് പരാജയ ഭീതിയിൽ വിശ്വാസികൾ ചിതറിപ്പാഞ്ഞു പോയ നിമിഷമുണ്ട്. വിശ്വാസികൾ ചിതറിപ്പോയപ്പോൾ അപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്ന റസൂലുള്ളാഹി ഒറ്റപ്പെട്ടു പോയ റസൂലിനെ വകവരുത്താൻ വേണ്ടി ശത്രുക്കൾ അവർ കൂട്ടം കൂടി ആലോചിക്കുകയും പ്രവാചകനിലേക്ക് ആയുധങ്ങളുമായി അടുക്കുകയും ചെയ്ത നിമിഷമുണ്ട്. പ്രവാചകന് വേണ്ടി ആ സമയത്ത് പ്രവാചകനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് 11ഓളം സഹാബാക്കൾ പല ഘട്ടങ്ങളിലായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടത്തിയ പോരാട്ടമുണ്ട്. അവരെല്ലാവരും റസൂലിനെ ചേർത്ത് പിടിച്ചത് അവരെ ജീവൻ പോലും പണയപ്പെടുത്തിയിട്ട് ആ പ്രവാചകന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. അബൂ തുൽഹ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പ്രവാചകനെ കണ്ടുമുട്ടിയപ്പോൾ പ്രവാചകന്റെ അടുക്കിലേക്ക് ഓടി വന്നിട്ട് അദ്ദേഹം തൻ്റെ 2 കൈയിലും അമ്പുകൾ വെച്ചുകൊണ്ട് വില്ലുകൾ കൊലുത്തുകൊണ്ട് ഒരേ സമയത്ത് 2 വില്ലുകൾ പോലും കൈകാര്യം ചെയ്തുകൊണ്ട് ശത്രുക്കൾക്കെതിരെ പോരാടിക്കൊണ്ട് പ്രവാചകനെ പുറകിൽ വെച്ചു. പ്രവാചകനെ മുതുകൊണ്ട് മറച്ചു നിന്നു. പ്രവാചകരെ അങ്ങയുടെ രക്ഷ എന്നിലുണ്ട് എന്ന് ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അപ്പോഴും പ്രവാചകർ 2 ഭാഗത്തൂടെയും ശത്രുക്കളെ നോക്കുന്നുണ്ട്. അവരെന്താണ് ചെയ്യുന്നത്? അവരെ നീക്കുപോക്കുകൾ, തന്നിലേക്കുള്ള ആക്രമണങ്ങൾ ഏത് നിലയിലാണ് ഇവിടെ പുരോഗമിക്കുന്നത് എന്നറിയാൻ, ഏത് അവസ്ഥയിലാണ് അബൂ തുൽഹ കൈകാര്യം ചെയ്യുന്നത് എന്നറിയാൻ പ്രവാചകൻ എത്തി നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ബി അബി അന്ത വ ഉമ്മി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ എൻ്റെ വാപ്പയും ഉമ്മയും മുമ്പിൽ വെച്ചുകൊണ്ട് പറയാണ്, ലാ തുശ്രിഫ്, അങ്ങ് എത്തി നോക്കാൻ പാടില്ല നബിയെ, അങ്ങ് എത്തി നോക്കാൻ പാടില്ല. യുസീബുക സഹ്മുൻ മിൻ സിഹാമിൽ ഖൗം, ശത്രുവിന്റെ അസ്ത്രങ്ങൾ ഒന്നുപോലും അങ്ങയുടെ പുറത്തു കൊള്ളാൻ പാടില്ല. അതുകൊണ്ട് ഇരുഭാഗത്തൂടെയുമുള്ള എത്തിനോട്ടം നിർത്തണം നബിയെ. നഹരി ദൂന നഹരിക യാ റസൂലല്ലാഹ്, അങ്ങയുടെ നെഞ്ചിന് മീതെ തുൽഹയുടെ നെഞ്ചുണ്ട് നബിയെ എന്ന് പുണ്യ നബിയോട്. അങ്ങയുടെ നെഞ്ചിന് മീതെ ഞാനുണ്ട്, ഒരു കവചമായി, ഒരു പരിചയായി, ഞാൻ വീഴാതെ അങ്ങക്കൊരു പോറൽ പോലും ഏൽക്കില്ല എന്ന് അങ്ങനെ പറഞ്ഞു പ്രവാചകരെ വട്ടം നിന്നൊരു സഹാബിയുണ്ട് അബൂ തുൽഹ റളിയല്ലാഹു അൻഹു. ആ മലയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പ്രവാചകൻ മുറിവുകളുമായി പരിക്കേറ്റ് വീണപ്പോൾ പ്രവാചകനെയും കൊണ്ട് കയറിപ്പോയ സഹാബിയുണ്ട് തുൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹു. പല ഭാഗങ്ങളിൽ വീണുപോയി. ഈ 2 സഹാബാക്കൾക്കും 70ഓളം മുറിവുകൾ, കൈ മുറിഞ്ഞുപോയി, കാല് മുറിഞ്ഞുപോയി. 70ഓളം മുറിവുകളുമായിട്ടാണ് തുൽഹത്ത് ബിൻ ഉബൈദില്ലാ ഒരു ജീവച്ഛവമായിട്ട് അവിടെ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു വാചകമുണ്ട്, മൻ സറഹു അൻ യൻദുറ ഇലാ ഷഹീദിൻ യംശി അലൽ അർള് ഫൽയൻദുർ ഇലാ തുൽഹത്ത് ബിൻ ഉബൈദില്ലാ എന്ന്. ആർക്കെങ്കിലും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ, മണ്ണിലൂടെ ഇപ്പോഴും നടക്കുന്ന ഒരു രക്തസാക്ഷിയെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തുൽഹയെ നോക്കട്ടെ എന്ന്. ഉഹദിലെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് 70ലേറെ മുറിവുകളുമായി, തുന്നിപ്പിടിപ്പിച്ച മുറിവുകളുമായി ഇഞ്ചിഞ്ചായി മരിച്ചുപോയൊരു മനുഷ്യൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ട് ഈ മണ്ണിൽ നടക്കുന്ന കാഴ്ചയുണ്ടല്ലോ, രക്തസാക്ഷിയുടെ നടത്തമാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പ്രവാചകനെ സ്നേഹിച്ചത്. സ്വന്തം ശരീരത്തെക്കാൾ പ്രവാചകനെ സ്നേഹിക്കാൻ അവരെ കൊണ്ട് സാധ്യമായിട്ടുണ്ട്. ഒരിക്കൽ അലിയോട് ചോദിച്ചല്ലോ, നിങ്ങളുടെ പ്രവാചകൻ സ്നേഹം എങ്ങനെയായിരുന്നു എന്ന്, നിങ്ങൾ സഹാബാക്കൾ എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിച്ചത് എന്ന് ആ രീതി ഒന്ന് പറയാൻ. അദ്ദേഹം പറഞ്ഞു, നമുക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. അങ്ങനെ സർവ്വതിനേക്കാളും എന്ന്, എന്റെ മാതാപിതാക്കളെക്കാൾ നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് സഹാബാക്കളെ കുറിച്ച് പറയാണ്. മക്കളെക്കാൾ സ്നേഹിച്ചിട്ടുണ്ട്. അവരെല്ലാത്തിനേക്കാളും എത്രത്തോളം പ്രാണജലത്തെക്കാളും അല്ലാഹുവിന്റെ റസൂലിനെ അവർ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഈ പ്രാണജലത്തെക്കാളും സ്വന്തം പ്രാണനേക്കാളും പ്രവാചകനോട് പ്രിയം വെച്ചൊരു സമൂഹം അവരെത്തിരി സഹാബാക്കൾ. അങ്ങനെ പ്രവാചകനെ സ്നേഹിക്കണമെന്ന അല്ലാഹു റസൂൽ ആവശ്യപ്പെടുന്നത്. നമ്മളെക്കാൾ റസൂലിനെ സ്നേഹിക്കണം. അത് ഈ റബീഉൽ അവ്വൽ കൊട്ടിഘോഷിച്ചാൽ മതിയാവോ? ഇവിടെ ഒരു ഓളം ഉണ്ടാക്കിയാൽ മതിയാവോ? ഇവിടെ ഒരു ബഹളം ഉണ്ടാക്കിയാൽ മതിയാവോ? 12 ദിവസത്തെ കുറെ തിന്നലും കുടിക്കലുമാണോ പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ? ആഘോഷിക്കുന്നവനൊരു കാരണം, അത്രയേ ഉള്ളൂ. അവരാരും നബിയെ സ്നേഹിച്ചിട്ടില്ല. ഈ വിശ്വാസികൾ അത് ഇനി നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി, വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല, തിരുത്താൻ വേണ്ടിയാണ് പറയുന്നത്. നബിദിന സ്നേഹം എന്നുള്ളത് അവർക്കൊരു സീസണാണ്. ഒരു സീസൺ, ഓണം ഒരു സീസണാണ് ആഘോഷിക്കാൻ. ദീപാവലി ഒരു ആഘോഷത്തിന് സീസണാണ്. അതുപോലെ ന്യൂ ഇയറുകൾ ആഘോഷിക്കാൻ ഒരു സീസണാണ്. നബിയുടെ പേരിലും ഒരു ദിവസം ഇരിക്കട്ടെ ആഘോഷിക്കാൻ. അത് ആഘോഷിച്ച് കടന്നു പോകും. അടുത്ത ആഘോഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്.
ഇന്ന് ക്രിസ്മസ് വരട്ടെ, ന്യൂ ഇയർ വരട്ടെ, അല്ലെങ്കിൽ പൊങ്കൽ വരട്ടെ, ഏതെങ്കിലും ആഘോഷങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി വരുമ്പോൾ ഏതാഘോഷവും ഏറ്റെടുത്ത് കള്ളു കുടിച്ച് അവസാനിപ്പിക്കുന്ന ഈ ആഘോഷത്തിന്റെ കലാശക്കൊട്ടുകൾ അവസാനിക്കുമ്പോൾ 4 കാലിൽ വിശ്വാസികൾ നടക്കുന്ന ഇപ്പോൾ പരിപാടി ഉണ്ടല്ലോ, ഇതിന്റെ പേരല്ല നബിദിന സ്നേഹം. ഈ നബി സ്നേഹം ഇത് നബിദിന സ്നേഹമാണ്. അതോടെ അവസാനിക്കും. പ്രവാചക സ്നേഹം എന്ന് ചില സഹാബാക്കൾ കാണിച്ചതാ. അള്ളാഹും റസൂലും പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ചില്ലറ സ്നേഹവും പോരാ. നമ്മൾ ഈ കാണിക്കുന്ന സ്നേഹവും പോരാ. നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ ഈ ആഘോഷത്തിലെങ്ങും ഇല്ല, നമ്മൾ ഈ പരിപാടിക്ക് നിൽക്കാറില്ല. അതുകൊണ്ട് നമ്മളാണ് യഥാർത്ഥ പ്രവാചക സ്നേഹികളെ നമ്മൾ കണക്കാക്കുന്നത്. നമ്മൾ എവിടെ സ്നേഹിച്ചതെന്ന് നമ്മൾ ആലോചിക്കണം. പറയുമ്പോൾ പറയാമെന്നല്ലാതെ അള്ളാഹു റസൂൽ ഇതാ പറഞ്ഞത്, നിങ്ങളെക്കാൾ അള്ളാഹു റസൂലിനെ സ്നേഹിക്കണമെന്ന്. സത്യത്തിൽ നമ്മൾ നെഞ്ച് കൈവച്ചിട്ട് ആലോചിക്കും. ഇതാണ് വിഷയത്തിൻ്റെ മെയിൻ ഭാഗം. ഇത് നമ്മൾ സാധാരണ പറഞ്ഞു പോകുന്ന പോയിന്റാണ്. എനിക്ക് പറയാനുള്ള വിഷയം ഇതാണ്. നമ്മൾ നെഞ്ച് കൈവച്ച് ആലോചിക്കുക, നമുക്ക് എത്ര പേർക്ക് നബിയെ നമ്മളെക്കാൾ ഇഷ്ടമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയേക്കാൾ ഇഷ്ടമാണ്, മക്കളെക്കാൾ ഇഷ്ടമാണ്? എത്ര പേർക്ക് ഇഷ്ടമാണ്? നമുക്ക് പറയാം, എനിക്ക് അള്ളാഹു റസൂലും കഴിഞ്ഞേ പിന്നെ ആരും ഉള്ളൂ എന്ന് പറയാൻ വലിയ പൈസ കൊടുക്കണ്ടല്ലോ, കരം കൊടുക്കേണ്ട കാര്യമില്ല. അത് പറയാം. പറച്ചിലിനപ്പുറത്ത് ഈ ഹൃദയത്തിൽ തൊട്ട് പറയാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? ഇല്ല, നമ്മളെ കൊണ്ട് കഴിയില്ല. നമുക്ക് അത്രയെങ്കിലും പ്രവാചകനെ സ്നേഹിക്കാൻ കഴിയില്ല, അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് അതിനേക്കാൾ പ്രിയപ്പെട്ടവർ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണം ഇങ്ങനെ പറയാം. എങ്ങനെ അതൊക്കെ സാധ്യമാവുക? അങ്ങനെയൊക്കെ റസൂലിനും അള്ളാഹുവിനും പറയാമെന്നല്ലാതെ അതെങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുക? ന്യായമായ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാം. കാരണം എന്നെ പെറ്റെടുത്ത് പോറ്റി വളർത്തിയ എൻ്റെ മാതാപിതാക്കൾ കഴിഞ്ഞൊരു ഞാൻ ജീവിതത്തിന് ഓർമ്മ വെച്ച കാലം മുതൽക്ക് അവരെന്നോട് കാണിക്കുന്ന സ്നേഹം, അവരെന്നോട് കാണിക്കുന്ന പെരുമാറ്റം, എന്നോട് കാണിക്കുന്ന സ്നേഹവും കാരുണ്യവും വാത്സല്യവും ഇതെല്ലാം അനുഭവിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉമ്മയെക്കാളും വാപ്പയെക്കാളും ഒരിക്കൽ പോലും കാണാത്തൊരു മനുഷ്യനെ സ്നേഹിക്കാൻ എങ്ങനെ കഴിയുക? ന്യായമായ ചോദ്യമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പകുതിയായി ഒരു സുപ്രഭാതത്തിൽ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിക്കൊണ്ട് കടന്നു വന്ന എൻ്റെ പ്രിയപ്പെട്ടവൾ, എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, അവരെക്കാൾ എങ്ങനെയാണ് ഇന്ന് നമ്മൾ സന്തോഷത്തിന് വേണ്ടി രാത്രിയില്ല പകലില്ലാതെ കഷ്ടപ്പെടുന്ന, പരസ്പരം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ദാമ്പത്യത്തിലെ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കോട്ടെ, എൻ്റെ ഭർത്താവിനേക്കാൾ എങ്ങനെയാണ് എനിക്ക് റസൂലിനെ സ്നേഹിക്കാൻ കഴിയുക? എൻ്റെ ഭാര്യയേക്കാൾ എങ്ങനെയാണ് എൻ്റെ റസൂലിനെ സ്നേഹിക്കാൻ കഴിയുക? കാത്തിരിപ്പിനൊടുവിൽ കണ്ണിന് കുളിർമയായി ഹൃദയത്തിൻ്റെ പുഷ്പങ്ങളായി വിടർന്നു വന്ന എൻ്റെ മക്കളുണ്ടല്ലോ, പിഞ്ചു മക്കൾ, ആ മക്കളുടെ ആ ചിരിയിലാണ് എൻ്റെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത്. ഏത് സങ്കടത്തിലും വീട്ടിൽ വന്ന് കയറിയിട്ട് മക്കളെ മുഖത്ത് നോക്കി അവരെ ചിരി കാണുമ്പോൾ എല്ലാം അലിഞ്ഞു പോകുന്ന അത്രയും മനോഹരമായ പാൽപുഞ്ചിരി നൽകുന്ന നിഷ്കളങ്കരായ എൻ്റെ മക്കള്, ആ മക്കളെക്കാളും ഞാൻ വാരിപ്പുണരുന്ന എൻ്റെ മക്കളെക്കാളും, എൻ്റെ മടിയിൽ കയറിയിരിക്കാനും എന്നെ കവിളിൽ മുത്തം വെക്കാനും എന്നോട് സ്നേഹം കാണിക്കാനും ഓടി വരുന്ന എൻ്റെ മക്കളെക്കാളും ഒരിക്കൽ പോലും കാണാത്തൊരു മനുഷ്യനെ ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കുക? അതിനേക്കാൾ സ്നേഹിക്കാം, കുഴപ്പമില്ല. പക്ഷെ അതിന് മുകളിൽ എങ്ങനെയാണ് സ്നേഹിക്കാതെ? ഇതൊരു മനുഷ്യനെ കൊണ്ട് സാധ്യമാകുന്ന കാര്യമാണോ? അപ്പോൾ ശരിക്കും അള്ളാഹും റസൂലും അന്യായമായൊരു അവകാശവാദമല്ല ഇവിടെ ഉന്നയിക്കുന്നത്. ഇവരെക്കാളൊക്കെ മുകളിൽ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ എന്ന ഖുർആൻ പറഞ്ഞത്. മനുഷ്യരെ കൊണ്ട് സാധ്യമാകാത്തതൊന്നും ഞാൻ നിർബന്ധിക്കൂലെന്ന്. എന്നിട്ട് ഒരു മനുഷ്യനെ കൊണ്ട് ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണല്ലോ ഇവിടെ പറഞ്ഞത്. പിന്നെ നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെ നിരാശപ്പെടുത്തണമെന്ന് കരുതിയിട്ട് വെറുതെ നമ്മളങ്ങ് പറഞ്ഞു പോവേണ്. നിങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഉള്ളൂ എന്ന് അള്ളാഹുവിനും റസൂലും പറയണം. നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ് അള്ളാഹും റസൂലും കഴിഞ്ഞ് നമുക്ക് ബാക്കി എല്ലാവരും ഉള്ളൂ എന്ന് വെറും വാക്കിൽ പറഞ്ഞു പോയി ആരെയൊക്കെ പറ്റിച്ചുകൊണ്ട് ജീവിച്ചു പോവുകയാണ്. അത് മതിയാവില്ല. എൻ്റെ ന്യായം നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. സ്നേഹത്തിൻ്റെ കണക്കിൽ നമ്മുടെ കമലാസുരയ്യ പറഞ്ഞതുപോലെ സ്നേഹത്തിന് പകരം സ്നേഹം മാത്രം എന്നുള്ളതാണ് കണക്ക്. സ്നേഹം അതിൻ്റെ കൊടുക്കൽ വാങ്ങൽ ഇടപാടെന്ന് പറയുമ്പോൾ അതിൻ്റെ പഴയ ഭാഷ സംവിധാനമല്ല, ഇപ്പോഴത്തെ കറൻസി ഇടപാടുകളുമല്ല. സ്നേഹത്തിന് പകരം സ്നേഹമാണ്. മറ്റൊന്നും കൊടുക്കാൻ കഴിയില്ല. പണം കൊടുത്തിട്ട് നമ്മൾ ഒരാൾ ശമ്പളത്തിൽ നിർത്തിയിട്ട് 1000 രൂപ മാസശമ്പളം, നിന്റെ ജോലി എന്നെ സ്നേഹിക്കണം, അവിടെ സ്നേഹം ഉണ്ടാവില്ല. മാസാമാസം നമുക്കൊരാൾ ശമ്പളം നൽകുന്നുണ്ട്, ആ ശമ്പളത്തിൻ്റെ പേരിൽ നമുക്ക് അയാളെ സ്നേഹിക്കാൻ കഴിയില്ല. മാസം ശമ്പളം നൽകുന്നു എന്നതുകൊണ്ട് ഒരു മനുഷ്യന് നമ്മളെ സ്നേഹം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ സ്നേഹം പണം കൊടുത്ത് വാങ്ങിക്കാനല്ല. ഒരാൾ സ്നേഹം തന്നാൽ പകരം പണം കൊടുത്തിട്ട് ആ ഇടപാട് തീർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് മതിയാവോ? മതിയാവില്ലത്. സ്നേഹത്തിൻ്റെ കണക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോൾ എനിക്ക് ആരാ ഏറ്റവും കൂടുതൽ സ്നേഹം തന്നത്, അവർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കുക, അത്രേ ആവശ്യപ്പെടുന്നുള്ളൂ വിശുദ്ധ ഖുർആനും ഇസ്ലാമും. ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ ആര് സ്നേഹിക്കുന്നു അവർക്കായിരിക്കണം ഏറ്റവും കൂടുതൽ സ്നേഹം തിരിച്ചു കൊടുക്കേണ്ടത്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യണം? അങ്ങനെ വരണം. രണ്ടാമത് ആരാണോ, രണ്ടാമത് അയാൾക്ക്. മൂന്നാമത് ആരാ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്, മൂന്നാമത് അവർക്ക്. ഈ നിലയിലാണ് നമ്മുടെ സ്നേഹങ്ങൾ പങ്കുവെക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, ഓരോ മനുഷ്യനെ ചോദിക്കുക, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ മുമ്പിലേക്ക് പെട്ടെന്ന് ഓടി വരിക ഏതൊരു മനുഷ്യനും ആദ്യം പറയാൻ സാധ്യതയുള്ളത് ഉമ്മ തന്നെയാണ്. അവരെ പോലെ ആരുമില്ല നമ്മളെ സ്നേഹിച്ചവർ. നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ ഉമ്മയെപ്പോലെ നമ്മളെ സ്നേഹിച്ച ആരും ഉണ്ടാവില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഉമ്മയാണ് എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ സത്യസന്ധമായി ഒരു മനുഷ്യൻ മറുപടി പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ കഴിയത്തുള്ളൂ, എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ ഉമ്മയാണ്, അപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹവും എനിക്ക് ഉമ്മയ്ക്കാണ് കൊടുക്കേണ്ടത് എന്ന്. അല്ല, അതിന് മുകളിൽ സ്നേഹിക്കുന്നവരുണ്ട്, നമ്മൾ അറിയാതെ പോയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നത് അള്ളാഹുവാണ്. അത് വിഷയം നമ്മൾ മറ്റൊരു അവസരത്തിൽ പറയുന്നുണ്ട്. രണ്ടാമത് അള്ളാഹ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡയലോഗായിട്ട് നിങ്ങൾക്ക് തോന്നുള്ളൂ. എനിക്കും പറയാമല്ലോ, നിങ്ങൾക്ക് പറഞ്ഞതുപോലെ എനിക്കും പറയാമല്ലോ, നബിക്കാണ് നമ്മൾ അള്ളാഹ് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ സ്നേഹം, ഉമ്മയേക്കാൾ സ്നേഹമെന്ന്. അങ്ങനെ വെറും വാക്ക് പറഞ്ഞതല്ല ഇത്. ഈ അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. ആ ജീവിതം പരിശോധിച്ച് നോക്കുന്നാൽ ഓരോ ഇഞ്ചിലും ഓരോ ഘട്ടത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പുണ്യ നബിക്ക് നമ്മളോട് എത്ര സ്നേഹമുണ്ടായിരുന്നുവെന്ന്, എത്രത്തോളം സ്നേഹമുണ്ടായിരുന്നുവെന്ന്. പ്രവാചകന് ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മളായിരുന്നു, രണ്ടാമതേ ബാക്കിയുള്ളവരുള്ളൂ. അള്ളാഹ് കഴിഞ്ഞാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും സ്നേഹം ഈ ഉമ്മത്തിനോടായിരുന്നു. ഒരു തർക്കവുമില്ലാത്ത വിഷയമാണ്, ഒരു തർക്കവുമില്ലാത്ത വിഷയമാണ്. റസൂൽ പ്രകടിപ്പിച്ച രംഗങ്ങളുണ്ട്. സഹാബാക്കൾ അനുഭവസ്ഥരാണ്. ആ സഹാബാക്കൾ പോയിട്ട് സഹാബാക്കളിന് നബിയുടെയും ജീവിതത്തിൻ്റെ സ്നേഹം വെച്ചിട്ട് നമ്മളെ താരതമ്യപ്പെടുത്താൻ കഴിയില്ല. കാരണം സഹാബാക്കൾ നബിയോടൊപ്പം ഉണ്ടുറങ്ങിയവരാണ്, ആ സ്നേഹവും കാരുണ്യവും കിട്ടിയവരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തപ്പോൾ കണക്ക് കൃത്യമായവരാണ്. പക്ഷെ നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. 1400 വർഷം മുമ്പുള്ള ചരിത്രത്തിൻ്റെ കഥകൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. നമ്മൾ ഒരിക്കൽ പോലും ഒരു മുട്ടായി പോലും നമുക്ക് മാച്ചെന്ന ഓർമ്മ നമുക്കുണ്ടോ? നമുക്കൊരു മുട്ടായി മാച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടില്ല. നമ്മൾക്ക് വേണ്ടിയിട്ട് ഒന്നും, ഒരു പട്ടുടയാടകം നമുക്ക് നൽകിയില്ല, ഒരു പുതുവസ്ത്രവും നമുക്ക് നൽകിയിട്ടില്ല. അങ്ങനെ ഒന്നും നമുക്ക് എന്തൊരു ചുംബനവും നൽകിയിട്ടില്ല. നമുക്ക് സ്നേഹത്തിൻ്റെ ഒരു പെരുമാറ്റവും നബിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. സഹാബാക്കൾക്ക് പരസ്പരം കിട്ടിയതുകൊണ്ട് അവർ ഓക്കെ. പക്ഷെ നമ്മളെങ്ങനെ സ്നേഹിക്കുമെന്നുള്ളത്, നമ്മളെ ഈ സഹാബാക്കളെ സ്നേഹിച്ചതുപോലെയല്ല നമ്മളെ സ്നേഹിച്ചത്, അതിന് മുകളിൽ റസൂൽ ഒരിക്കൽ പറയണ്ടായി, ഈ ശ്മശാനത്തിലേക്ക് പോയി മൺമറഞ്ഞു പോയ വിശ്വാസികളുടെ മക്ബറകളുടെ മുമ്പിലേക്ക് ചെന്ന് റസൂലുള്ളാഹി പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ, ഈ വിശ്വാസികളെ നിങ്ങൾക്ക് അല്ലാഹു സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് റസൂൽ പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ കാണാൻ കുതിച്ചു പോകുന്നു, എൻ്റെ കൂടൊപ്പം ജീവിക്കുന്ന ഒരുപാട് പേര് മരിച്ച് കബറിൽ പോകുന്നു, അവർക്കൊക്കെ സലാം പറഞ്ഞ് റസൂൽ പറയണം, വദിത്തു എനിക്ക് വല്ലാണ്ടൊരു കൊതി തോന്നുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഇഖ്വാനുകളെ കാണാൻ, എൻ്റെ സഹോദരങ്ങളെ കാണാൻ എൻ്റെ കണ്ണുകൾക്ക് കൊതിയാകുന്നുണ്ട് എന്ന് ശഹാബത്തിനോട് പ്രവാചകൻ തൻ്റെ ഒരു ആഗ്രഹം പങ്കുവച്ചു. ശഹാബത്ത് പറഞ്ഞു, നബി ഞങ്ങളുണ്ടല്ലോ ഇവിടെ, ഇനിയിപ്പോൾ കാണാൻ മാത്രം കണ്ണ് തുറന്ന് നോക്കിയാൽ എപ്പോഴും നമ്മൾ കൂടെയുണ്ട്, നമ്മളെ കാണുന്നുണ്ടല്ലോ എന്ന്. അന്തും അസ്ഹാബി, നിങ്ങളെൻ്റെ സഹാബാക്കളാ, എൻ്റെ സഹയാത്രികരാണ് നിങ്ങൾ സഹാബാക്കളാ, നിങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ യഹ്വാനുകൾ, എൻ്റെ സഹോദരങ്ങളെന്ന് ഞാൻ പറഞ്ഞത് എന്നെ ഒരിക്കൽ പോലും കാണാതെ എന്നെ വിശ്വസിക്കുന്ന അവസാനത്തെ മനുഷ്യൻ വരെയുള്ള ഈ തലമുറയിലെ ഈ ഉമ്മത്തിലെ അംഗങ്ങളാണ്. അവരെ കാണാൻ എൻ്റെ കണ്ണുകൾക്ക് കൊതിയുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് റസൂൽ പറഞ്ഞു, സാരയില്ല, ഞാൻ കാത്തിരിക്കും അവർക്ക് വേണ്ടി. അത് പ്രവാചകന്റെ വാക്ക്. സാരയില്ല, ഞാൻ അവർക്ക് വേണ്ടി ഹൗദൽ കൗസറിൽ വെള്ളവും കോരിയിട്ട് കാത്തിരിക്കും, എൻ്റെ ഉമ്മത്ത് വരുന്നത് നോക്കി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ പറഞ്ഞൊരു വാചകമാണ്. ആ സ്നേഹം ഇതൊരു ഒറ്റ സന്ദർഭം മാത്രമാണ്, ആലോചിക്കണം. സാരയില്ലാന്ന് അവരെ ഞാൻ കാത്തിരിക്കുമെന്ന് മഹ്ശറയിൽ വരുമ്പോൾ, അവർ ദാഹിച്ചിരിക്കുമ്പോൾ, അവർ പരവശരായി നിൽക്കുമ്പോൾ അവർക്ക് വെള്ളം കൊടുത്ത് അവർ ഐഡന്റിറ്റികൾ വെച്ച് മുഹജ്ജലി എന്ന് പറഞ്ഞാൽ കൈകാലുകൾ വെളുത്ത പ്രത്യേകമായി അറിയപ്പെടുന്ന പ്രത്യേകമായ രൂപമുള്ള എൻ്റെ അനുയായികളെ വെള്ളം കൊടുത്ത് ഞാൻ സ്വീകരിക്കുന്ന ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു വാചകം മാത്രമാണ്, ഇവിടെയും തീരുന്നതല്ലേ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല സന്തുഷ്ടനായി കണ്ടപ്പെട്ട ഒരു നിമിഷത്തിൽ ആയിഷ നബി വലിയൊരു മുതലെടുപ്പ് നടത്തി. ആയിഷ നബി പറഞ്ഞു, നബിയെ എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ എന്ന്. എല്ലാവർക്കും എപ്പോഴും ഒരുപോലെ ഇരിക്കാൻ പറ്റില്ല, അത് പൊതുവിലൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നാണ്. എല്ലാവർക്കും എപ്പോഴും ഒരേ മൂടി ഇരിക്കാൻ കഴിയില്ല. അതിന് ആണായാലും പെണ്ണായാലും ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും അങ്ങനെ തന്നെയാണ്. കൊച്ചുമക്കൾ നമ്മൾ പറയുന്നതിന് മുമ്പ് അവർ അനുസരിക്കണമെന്നില്ല. ചില സമയത്ത് അവൻ്റെ മൂഡ് വേറെ ആയിരിക്കും, അവൻ്റെ സങ്കടം വേറെ ഉണ്ടാകും, അല്ലെങ്കിൽ അവൻ്റെ പ്രശ്നം വേറെ ആയിരിക്കും. ഹോംവർക്കിൻ്റെ പ്രശ്നം നിൽക്കുമ്പോഴേക്കും നമ്മൾ ഇങ്ങോട്ട് പോടാ വെള്ളം എടുത്തുകൊണ്ട് പോടാന്ന്. പക്ഷെ അവൻ്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉള്ളതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് അവൻ്റെ മൂഡ് കൂടി ഒന്ന് പരിഗണിക്കണം പലപ്പോഴും, ഓരോ മനുഷ്യൻ്റെയും മാനസികാവസ്ഥ. ഭാര്യയോട് ചില കാര്യങ്ങൾ പറയണതിന് മുമ്പ് ചെയ്യും സാധാരണഗതിയിൽ. ചില ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞാൽ പോലും അവിടെ ശ്രദ്ധയിൽപ്പെടില്ല, കേട്ടില്ല എന്ന് വരാം. കാരണം അവർക്കും ഉണ്ടാകും ചില പ്രശ്നങ്ങൾ. അവരും യന്ത്രങ്ങളല്ലേ. അതുപോലെ ഭർത്താക്കന്മാരെ മുമ്പിൽ ചെന്ന് ചില ഭാര്യമാർ ചിലത് പറയുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുന്നില്ലല്ലോ, പരിഗണിക്കുന്നില്ലല്ലോ, നമുക്കൊരു വിലയില്ലേ, അടുക്കളയിൽ കിടന്ന് 24 മണിക്കൂറും പണി. അല്ല, അവരുടെ മാനസിക അവസ്ഥ കൂടി മനസ്സിലാക്കണം. അതാ ആയിഷ ബിബി വളരെ തന്ത്രപൂർവ്വം എന്താണ് നോക്കിയപ്പോൾ നബി നല്ല ഹാപ്പി മൂടാ. അപ്പോൾ അതങ്ങ് മുതലെടുക്കാൻ തീരുമാനിച്ചു, നബി എനിക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന്. സാധാരണഗതിയിലാണെങ്കിലും ഗൗരവ സ്വഭാവത്തിൽ നിൽക്കുമ്പോൾ പറയും, ആയിഷ ആർക്കും വേണ്ടി ഒന്നും ഉടമ്പപ്പെടുത്തിയിട്ടില്ല എന്ന് പറയും റസൂൽ. അവനവന് വേണ്ടത് അവനവൻ ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ അറിയാം ആയിഷ ബീവിക്ക്. അതുകൊണ്ട് നല്ല മൂഡിലിരിക്കുമ്പോൾ ചോദിച്ചപ്പോൾ റസൂൽ ഉടനെ അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ മാ തഅഖറത് വമാ തഖദ്ദമത്, ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹുവേ, മുൻപാവം പൊറുക്കണം പിൻപാവം പൊറുക്കണം, വമാ അസ്ററത് വമാ അലനത്, രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും എല്ലാം പൊറുക്കണേ എന്ന്. അത് വലിയൊരു പ്രാർത്ഥന കിട്ടി. പക്ഷേ പ്രാർത്ഥന കിട്ടിയെന്നതിനപ്പുറത്ത് അവർക്ക് തോന്നി ഒരു വലിയ വിജയം തോന്നിയത് തൻ്റെ തന്ത്രം ഫലിച്ചു എന്നുള്ളതാണ്. ചിരിച്ചുപോയി ആയിഷ ബീവി.
ആ ചിരിയുടെ മൂർധന്യാവസ്ഥയിൽ അവരുടെ മുഖം ചെന്ന് നബിയുടെ മടിയിലിടിച്ചു, അത്രയും ചിരിച്ചു. അപ്പം നബി ചോദിച്ചു, ആയിഷ എന്താ ഇതിനെ മാത്രം ആഹ്ലാദിക്കാൻ? ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്തതിൽ ഇത്രയേറെ സന്തോഷമോ എന്ന്. അതേ നബി, ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കുക? അങ്ങയെ കൊണ്ടൊക്കെ നമുക്ക് ദുആ ചെയ്യിപ്പിക്കാൻ വലിയ പാടല്ലേ? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വല്ലപ്പോഴുമാണ് ഇങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് വേണ്ടിയിട്ട് പേഴ്സണലായിട്ടൊക്കെ ദുആ ചെയ്യുക. റസൂൽ പറഞ്ഞു, ആയിഷ നിനക്കൊരു കാര്യം അറിയാമോ? ഞാൻ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നമസ്കാരം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ നമസ്കാരത്തിലും എൻ്റെ ഉമ്മത്തിന് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ് ഇപ്പോൾ നിനക്ക് വേണ്ടി ചെയ്തതെന്ന്. നിനക്ക് വേണ്ടി ഞാൻ ഈ ചെയ്ത പ്രാർത്ഥന ഉണ്ടല്ലോ, ഒരിക്കൽ ചെയ്ത പ്രാർത്ഥനയിൽ നീ ഇത്രയും സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മത്തിന് വേണ്ടിയിട്ട് ഈ പ്രാർത്ഥന പൂർത്തിയാക്കാതെ ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നമസ്കാരങ്ങളിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരാൾ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമ്മുടെ ഉമ്മയും വാപ്പയും പ്രാർത്ഥിക്കും ഇങ്ങനെ? നമ്മുടെ ഉമ്മയും വാപ്പയും എങ്ങനെ പ്രാർത്ഥിക്കൂ? നമ്മുടെ മക്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കൂ? ഇല്ലടോ, അങ്ങനെയും സാധ്യമല്ല. അവരെക്കാൾ മുകൾ റസൂലുള്ളാഹി നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട്, തീർന്നില്ല. അവിടെയും തീർന്നല്ല. അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വേള ആലോചിച്ചു പോയൊരു നിമിഷമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഓതിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകം, അല്ലാഹുവേ, തീർച്ചയായിട്ടും എൻ്റെ സമുദായത്തിൽപ്പെട്ടവർ റബ്ബി ഇന്നഹുന്ന അളലന കസീറൻ മിനന്നാസ് ഫമൻ തബിഅനി ഫമിന്നി എന്ന്. അല്ലാഹുവേ, എന്നെ ജനങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരും എന്നെ അനുസരിക്കാതെ വഴിപിഴച്ചു പോയി അല്ലാ. അതുകൊണ്ട് പരലോകത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുക, അതുകൊണ്ട് എന്നെ പിൻപറ്റിയവരാണ് എൻ്റെ ആൾക്കാരെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അല്ലാഹുവിൻ്റെ മുമ്പിൽ പറയും. ആ ആയത്ത് ഓതി വെച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അന്ന് ഈസാ നബി അലൈഹി സ്വലാം അതുപോലെ അല്ലാഹുവിൻ്റെ മുമ്പിൽ പറയുന്നൊരു വാചകം റസൂലുള്ളാഹി പിന്നെയും ഓതി വെക്കുന്നുണ്ട്. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഇന്നക അൻതൽ അസീസുൽ ഹകീം എന്ന് ഈസാ നബി അലൈഹി സ്വലാം ഓതുന്ന ആ വാചകം റസൂൽ ഓതി വെച്ചു. എന്താ അല്ലാഹുവിനോട് പറയുക? അല്ലാഹുവേ, നീ ശിക്ഷിക്കുകയാണെങ്കിൽ നിന്റെ അടിമകൾ തന്നെയാണവർ, നിന്റെ അടിമകൾ തന്നെയാണ് നിന്നെക്കൊണ്ട് സാധ്യമാകും. നീ പുറത്തു കൊടുത്താൽ അത് ഏറ്റവും വിശാലമായ കാരുണ്യമാണ്, നിനക്ക് വിടുന്നു. എൻ്റെ ഉമ്മത്തിൻ്റെ വിഷയത്തിൽ പാവികളെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആളല്ല എന്ന് ഈസാ നബിയും കൈയൊഴിയുന്നൊരു നിമിഷത്തെക്കുറിച്ച് ഖുർആൻ പറയുന്ന ആ രംഗം റസൂലുള്ളാഹി ഓതി. ഇത് രണ്ടും ഓതിയിട്ട് ലോകത്ത് കടന്നുപോയ പ്രബലരായ രണ്ട് പ്രവാചകന്മാർ അവരെ ഉമ്മത്തിൻ്റെ വിഷയത്തിൽ, അവരെ പാപികളായ സമൂഹത്തിൻ്റെ വിഷയത്തിൽ കൈമലത്തുന്ന ആ രംഗത്തെ ഓർത്തിട്ട് റസൂലുള്ളാഹി ആകാശത്തെ കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി എന്ന്, അല്ലാഹുവേ എൻ്റെ സമുദായം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരുന്നു. ആ കരച്ചിൽ അല്ലാഹുവിനെ സഹിക്കാത്തത് കൊണ്ടാകാം മലക്കുൽ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ പറഞ്ഞു വിട്ടു. ജിബ്രീൽ അലൈഹി ഇസ്ലാം കടന്നു വന്ന് നബിയുടെ മുമ്പിൽ ആശ്വാസവാക്ക് പറഞ്ഞു. അല്ലാഹുവിൻ്റെ വാചകങ്ങൾ, എന്തിനാ കരയുന്നത്? ഉമ്മത്തിൻ്റെ വിഷയത്തിലാണെങ്കിൽ സങ്കടപ്പെടലേ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഉമ്മത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് അനിഷ്ടമില്ലാത്ത, നിങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കാത്ത, നിങ്ങളെ പ്രയാസപ്പെടുത്താത്ത ചില തീരുമാനങ്ങളായിരിക്കും നാളെ അല്ലാഹു കൈക്കൊള്ളുക എന്ന് അല്ലാഹുവിൻ്റെ ദൂതൻ മലക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നുകൊണ്ട് അല്ലാഹു റസൂലിനോട് പറയുന്നുണ്ട്. അവിടെ റസൂലിനെ ആശ്വസിപ്പിക്കുന്നത്. പ്രവാചകന്മാർ അവരെ കൈയൊഴിയുന്ന രംഗത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് എൻ്റെ ഉമ്മത്തിന് എനിക്ക് കൈയൊഴിയാൻ പറ്റൂലല്ലോ, പാപികളെപ്പോലും വിടില്ലെന്ന്. അതാ റസൂൽ പറയുന്നത്, എല്ലാ പ്രവാചകന്മാർക്കും ഇന്ന ലിക്കുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ എന്ന്. എല്ലാ പ്രവാചകന്മാർക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള ഒരു ദുആ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ക്രൂഷ്യൽ വേളയിൽ അവർക്ക് ഉപയോഗിക്കാം. അവർ വലിയ ദൗത്യമേൽപ്പിക്കപ്പെട്ടവരാണ്. പ്രബോധനം എന്നുള്ള വലിയ ഗൗരവമേറെ ദൗത്യമേൽപ്പിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്, അത് തട്ടൂല. അതെന്തായാലും റസൂൽ പറയണ എല്ലാ പ്രവാചകന്മാരും ദുആ ചെയ്തു, പക്ഷെ ഞാൻ ചെയ്യില്ല എന്നാ ദുആ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ പ്രയാസമില്ലാതെ പോയത് കൊണ്ടല്ല. ഉലുൽ അസ്മുകളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് തീച്ചുളയിലൂടെ കടന്നുപോയ പ്രവാചകനാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എല്ലാം നഷ്ടപ്പെട്ട് തെരുവിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്, പല്ലുകൾ പൊട്ടി തറയിൽ വീണ് ചോര ഒലിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ സഹിച്ചു വന്നവരാണ് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഒരിക്കൽ പോലും അല്ലാഹു റസൂൽ ആ ദുആ ചെയ്തിട്ടില്ല. എന്താ ചെയ്യാത്തെന്നറിയുമോ? ഞാനത് മാറ്റിവെച്ചിരിക്കുകയാണെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ ദുആ ഞാൻ ചെയ്യില്ല, ഞാനത് മാറ്റിവെച്ചിരിക്കുകയാണ്. നാളെ പരലോകത്ത് എൻ്റെ ഉമ്മത്തിലെ മുശ്രിക്ക് ചെയ്യാത്ത, അള്ളാഹുവിനോട് പങ്കു ചേർക്കാത്ത എൻ്റെ ഉമ്മത്തിൻ്റെ മുഴുവൻ മനുഷ്യർക്കും അതിൻ്റെ ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ദുആ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. കിട്ടിയതിൽ ഏറ്റവും വില കൂടിയത് നമുക്ക് വേണ്ടി മാറ്റിവെച്ചവനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അത് ആ ദുആ ചെയ്തിട്ടില്ല. എന്തിനാ? നമുക്ക് വേണ്ടി. അതിൻ്റെ ഗുണം എനിക്കൂടെ കിട്ടണം, അതിൻ്റെ ഗുണം നമുക്ക് ഓരോരുത്തർക്കും കിട്ടണമെന്ന റസൂലിൻ്റെ തീരുമാനമാണ്, അല്ലാതെ പ്രയാസങ്ങളില്ലാത്തത് കൊണ്ടല്ല. എത്ര ഘട്ടങ്ങൾ കടന്നുപോയി, എത്ര സാഹചര്യങ്ങൾ കടന്നുപോയി. ബദറിൻ്റെ തലേന്നാൾ റസൂലുള്ളാഹി ദുആ ചെയ്യാമായിരുന്നല്ലോ, ചെയ്തിട്ടില്ല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എത്രയോ ജീവിതത്തിന് പ്രതിസന്ധികൾ കടന്നുപോയപ്പോഴും അതിൻ്റെ ഗുണം എൻ്റെ ഉമ്മത്തിലെ മുഴുവൻ മനുഷ്യർക്കും കിട്ടണമെന്നുള്ളത് കൊണ്ട് മാത്രം റസൂലുള്ളാഹി മാറ്റിവെച്ചൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുമായി റസൂൽ നാളെ അല്ലാഹുവിൻ്റെ മുമ്പിൽ വരും. ആ മഹ്ശറയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, മഹ്ശറയിൽ വിചാരണയ്ക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുന്ന നിമിഷമുണ്ട്. അന്ന് പ്രവാചകന്മാർ പോലും പറയുന്നത് നഫ്സി 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 എന്ന യൗമ യദ്ഉ ആദമു വ അംബിയാ.
എല്ലാ ആദം നബി അലൈഹി സ്വലാം തുടങ്ങിയിട്ട് പ്രവാചകന്മാർ എല്ലാവരും പറയുന്നത് എൻ്റെ തടി എങ്ങനെയെങ്കിലും കഴിച്ചിലാക്കണമെന്ന് മാത്രമായിരിക്കും ഒരു ഉദ്ദേശം. എങ്ങനെയെങ്കിലും എൻ്റെ കാര്യം. അത്ര ഭയാനകമാണ് മഹ്ശറ. നമ്മൾ ആലോചിക്കുക, നമ്മളിവിടെ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിച്ച ആൾക്കാരെല്ലാം അവിടെ ഉണ്ടാവും. എൻ്റെ വാപ്പ ഇവിടെ ഉണ്ടാവും, ഉമ്മ ഇവിടെ ഉണ്ടാവും, മക്കളുണ്ടാവും, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് പറയുന്ന എല്ലാവരും ഉണ്ടാവും. പക്ഷെ അവരെല്ലാവരും എൻ്റെ അടുത്ത് നിന്ന് ഓടി ഒളിക്കുമെന്ന്. ആരും അടുത്തേക്ക് വരില്ല, ആർക്കും സ്നേഹം ഉണ്ടാവില്ല, ആർക്കും എന്നോട് കാരുണ്യം ഉണ്ടാവില്ല. അവർക്ക് എല്ലാവരുടെയും ചിന്ത സ്വന്തം തടി തപ്പണമെന്ന് മാത്രമാണ്. അതുകൊണ്ട് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വസാഹിബതിഹി വബനീഹി വഫസീലതിഹി തുഅബിഹി, പ്രിയപ്പെട്ടവരെല്ലാവരും ഓടി ഒളിക്കുന്നൊരു നിമിഷമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. ആരും അടുത്തുവരൂല. എത്രയേറെ സ്നേഹമായിരുന്നു, വലിയ സ്നേഹമായിരുന്നു. പക്ഷെ അന്ന് റസൂലിനോട് പറയും, നബി അങ്ങ് സ്വർഗത്തിൽ പൊക്കോളാൻ, അത് തുറന്ന് കടന്നു പോകാൻ പറയുമ്പോഴും പോവില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ സമുദായം എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ മാത്രം നിൽക്കും. എല്ലാവരും ഓടി ഒളിക്കുമ്പോൾ വെറുതെ ഓടി ഒളിക്കില്ല കേട്ടോ. അവസാനം ഒരുപാട് കസരത്തുകൾ കാണിക്കും നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ ചില വിദ്വാന്മാർ കാണിക്കുന്ന മനുഷ്യരിൽ പാപികളായ മനുഷ്യർ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ മുമ്പിൽ വന്നിട്ട് യഫ്തദി ബി ബനീഹി അഖീഹി വസ്വാഹിബത്തിഹി വബനീഹി, മക്കളെ, അവരേറ്റവും പ്രിയപ്പെട്ട അള്ളാഹു എൻ്റെ മക്കളെ അങ്ങ് പിടിച്ചോ, അവരെ നരകത്തിലിട്ടേക്ക്, എൻ്റെ മാതാപിതാക്കളെ നരകത്തിലിട്ടേക്ക്, എൻ്റെ സഹോദരൻ നരകത്തിലിട്ടേക്ക്, എൻ്റെ ദുനിയാവിലുള്ള എല്ലാ ബന്ധങ്ങളെയും നീ നരകത്തിലിട്ടേക്ക്. എൻ്റെ എൻ്റെ കൈവശമുണ്ടായിരുന്ന ദുനിയാവിലെ സമ്പത്തുകൾ, സന്താനങ്ങൾ, സൗഭാഗ്യങ്ങൾ എല്ലാം നീ നരകത്തിലേക്ക് വിട്ടോ, എന്നിട്ട് എന്നെങ്ങ് വിട്ടേരെ സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞ് മനുഷ്യൻ തൻ്റെ പ്രിയപ്പെട്ടവനെ ഫിദിയാക്കുന്ന സന്ദർഭം പോലും ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മആരിജ്. ഗൗരവമേറിയ വിഷയമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആൾക്കാരൊക്കെ നമ്മളെ കൈയൊഴിയുക മാത്രമല്ല, നമ്മളെ ഒറ്റ കൊടുത്തിട്ടും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആ ഗൗരവമേറിയ മഹ്ശറയിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കും നമുക്ക് വേണ്ടി. അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിൽ വീഴും, അള്ളാഹു എൻ്റെ ഉമ്മത്തിനെ കൊണ്ടല്ലാതെ ഞാൻ പോവില്ല എന്ന്. അവസാനം നബിയുടെ ശുപാർശകൾ സ്വീകരിച്ച് പ്രവാചകരെ കാര്യങ്ങൾ നടക്കട്ടെ, എല്ലാവരെയും നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ നോക്കിക്കണ്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഉറപ്പിന്മേൽ റസൂലുള്ളാഹി സിറാത്ത് പാലം ആദ്യം കടന്നു പോയിട്ട് സ്വർഗത്തിൻ്റെ സൗകര്യങ്ങളിലേക്ക്, അതിന് സൗഭാഗ്യങ്ങളിലേക്ക് ഓടി അടുക്കാൻ മാത്രം കണ്ണഞ്ചി പോകുന്ന ആളല്ല റസൂൽ. ആ സിറാത്ത് പാലത്തിന് മറുകരയിൽ നിൽക്കും. അതിൻ്റെ മറുകരയിൽ നിൽക്കും. തൻ്റെ സമുദായത്തിൻ്റെ അവസാനത്തെ അണിവരെ ആ പാലം കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ മറുകരയിൽ നിന്ന് അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുകരയിൽ നിൽക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വരുന്നുണ്ട്. ഇതൊക്കെ സഹിഹ ഹദീസുകളാണ്, അതിലും ആശയക്കുഴപ്പം വേണ്ട. നമ്മൾ ചിലപ്പോൾ കേട്ട് പരിചയമില്ലാത്ത ഹദീസുകൾ പറയുമ്പോൾ എല്ലാവരും കൺഫ്യൂഷൻ, അല്ല ഇത് കേട്ട് കഥയാണല്ലോ എന്ന്. ഇതൊക്കെ സഹിഹ ഹദീസുകളാണ്. ഇത് റസൂലിൻ്റെ സ്നേഹമാണ്. ആകുന്നത് എവിടെ നമ്മൾ വിട്ടുകളഞ്ഞ റസൂലുള്ളാഹി ജീവിച്ചിരുന്നപ്പോൾ പോലും ഈ സ്വന്തം ഭാര്യ ആയിഷ റളിയല്ലാഹു തആല ഒരു രാത്രി നോക്കുമ്പോൾ റസൂലുള്ളാഹി എഴുന്നേറ്റ് പോവുകയാണ്. ഉറക്കമില്ലാതെ എഴുന്നേറ്റ് പോവുകയാണ്. ഉറക്കമില്ലാതെ മനുഷ്യൻ എഴുന്നേറ്റ് പോകുമ്പോൾ ബഹുഭാര്യനായ ഒരു മനുഷ്യൻ രാത്രി ആ സമയത്ത് പുറത്തു പോയപ്പോൾ എന്താ കണക്കാക്കിയത് ആയിഷ ബീവി? അയ്യോ, ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ, എൻ്റെ ഊഴത്തിൽ നബി ഇപ്പോൾ ആരെ വീട്ടിലാണ് പോകുന്നത്? ഇതിപ്പോൾ ഏത് ഭാര്യ എടുത്താണ് പോകുന്നതെന്ന്. അതുകൊണ്ടൊന്ന് പുറകെ ഇറങ്ങി നോക്കി. പക്ഷെ പുണ്യ നബി ചെന്ന് നിന്നത് ജന്നത്തുൽ ബഖീലാണ്, വിശ്വാസികളുടെ ശ്മശാനത്തിൽ ചെന്ന് നിന്നിട്ട് അള്ളാഹു റസൂലിനെ പ്രാർത്ഥന നടത്തി ഉമ്മത്തിന് വേണ്ടിയിട്ടേ. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ, തൻ്റെ പ്രിയപ്പെട്ടവളെ അടുത്ത് ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും ഉമ്മത്തിനെ കുറിച്ച് ആലോചിച്ച് ഉറക്കം നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യൻ്റെ പേര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകൻ്റെ അവകാശമാണോ ഇത്? നമ്മളെല്ലാവരേക്കാളും, നമ്മൾ ചുറ്റുമുള്ള എല്ലാ മനുഷ്യരെക്കാളും നമ്മളെ സ്നേഹിച്ച ഒരാൾക്ക് വേണ്ടി അള്ള ചോദിച്ച ചോദ്യമാണ്, എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും സ്വന്തത്തെക്കാളും നബിയെ സ്നേഹിക്കണമെന്ന്. അത് ചോദിച്ചു വാങ്ങിക്കാനുള്ള അവകാശം റസൂലുണ്ടായിരുന്നു. അള്ളാഹു റസൂലിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ ചില വാചകങ്ങൾ, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന്. എത്ര ഗംഭീരമായ വാചകങ്ങളാണെന്നറിയുമോ? ഒരു മനുഷ്യൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന വാക്കുകളൊന്നും ഇവിടെ കാണാൻ പറ്റൂല. അതിന് മുകളിലുള്ള വാക്കുകളാണ് പ്രയോഗിച്ചിരിക്കുന്നില്ല. നിങ്ങളിൽ നിന്ന് വന്നൊരു പ്രവാചകനുണ്ടല്ലോ, അദ്ദേഹത്തിന് നിങ്ങളോട് അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ പ്രയാസപ്പെടുന്നത് സഹിക്കാത്തൊരു മനുഷ്യൻ, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നത് സഹിക്കാൻ കഴിയാത്തൊരു മനുഷ്യൻ, അതാ നിങ്ങളിലേക്ക് വന്ന പ്രവാചകരെന്ന് വിശുദ്ധ ഖുർആൻ. ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ സങ്കടപ്പെടുന്ന ഒരു നിമിഷം പോലും റസൂലുള്ളാഹി ഇഷ്ടപ്പെടുന്നത് സങ്കടമാണ് നബിക്ക് നമുക്ക് വലിയ പ്രയാസമുണ്ടാകുന്നത്. ആ നമ്മൾ അനശ്വരമായി നരകത്തിലേക്ക് എറിയപ്പെടുന്ന നിമിഷമുണ്ടല്ലോ, റസൂലിന് അത്രയേറെ സങ്കടമുള്ള ഒന്നില്ല. ഞാൻ നിങ്ങളുടെ ഞാൻ നിങ്ങളുടെ അരക്കച്ചയിൽ പിടിച്ചിട്ട് നരകമാണ് ചാടല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രവാചകനാണ്. അത്രമേൽ ഇഷ്ടമാണ് നിങ്ങളോട് എനിക്ക്. അത്രമേൽ ഇഷ്ടപ്പെട്ടിട്ട് റസൂൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കീറെങ്കിലും ദാനം ചെയ്യണേ എന്ന്, ഒരു അണുവളവിൻ്റെ നന്മയെങ്കിലും നിങ്ങൾ സൂക്ഷിക്കണേ എന്ന്, ഹൃദയത്തിൽ ഈമാന്റെ കണുകയെങ്കിലും സൂക്ഷിക്കണേ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിൽക്കാമെന്ന് പറയുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ.
നമ്മുടെ സങ്കടപ്പെടുന്ന നിമിഷം പോലും ഇഷ്ടപ്പെടാതെ പ്രവാചകൻ അതൊക്കെ കാണുന്ന സങ്കടമാണെന്ന് ഖുർആൻ പറഞ്ഞത്. അസീസുൻ അലൈഹിം അനിത്തും ഹരീസുൻ അലൈക്കും, നിങ്ങളോട് ഉള്ള സ്നേഹത്തിന് സ്നേഹമെന്നല്ല വാക്ക്, അഭിനിവേശമെന്ന റസൂൽ അള്ളാഹു ഉപയോഗിക്കുന്ന ഹരീസുൻ, വല്ലാണ്ടൊരു ആർത്തിയാണ് നിങ്ങളോടുള്ളതെന്ന്. സ്നേഹത്തിൻ്റെ അതിരുകൾ ലംഘിച്ചു പോകുന്നൊരു സ്നേഹം, അതാ റസൂലിന് വിശ്വാസികളോടുള്ളത് എന്ന് ഖുർആൻ. സാധാരണയുള്ള അതിരുകൾ ലംഘിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ സ്നേഹിക്കുന്ന സ്നേഹത്തിന് ഹരീസ് എന്നൊക്കെ ഉപയോഗിക്കുക, ഒരു അല്പം കടന്നു ചിന്തിക്കുക. അത്രമേൽ ആർത്തിയോടെ ഒരു സമൂഹത്തെ സ്നേഹിച്ചൊരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബിൽ മുഅ്മിനീൻ റഊഫുർ റഹീം, വിശ്വാസികളുടെ അങ്ങേയറ്റം ദയയും കാരുണ്യവുമുള്ളവനുമാണ് ആ പ്രവാചകൻ എന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിൻ്റെ റസൂലിന് നമ്മളോടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള വ്യാകരണങ്ങളാണ് അള്ളാഹു പല വാക്കുകളിലൂടെ ഇവിടെ വിശദീകരിക്കുന്നത്. അത്രമേൽ നമ്മളെ സ്നേഹിച്ചൊരു മനുഷ്യനെ മറ്റാരേക്കാളും സ്നേഹിക്കാനുള്ള ബാധ്യത നമുക്കുള്ളത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു വായിക്കുന്നത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മറ്റെന്തിനേക്കാൾ സ്നേഹിക്കാൻ പറ്റണം? ഇതിന് നിങ്ങളുടെ 12 ദിവസത്തെ അഭ്യാസം മതിയാവില്ല. അതും നമസ്കാരം പോലും മുടക്കിയിട്ട് അള്ളാഹു നിർബന്ധമാക്കി റസൂൽ ലോകത്ത് പഠിപ്പിച്ചു പോയ ദൈനംദിന ജീവിതത്തിലെ ദിനചര്യകളായ നമസ്കാരങ്ങൾ പോലും മുടക്കുകയും നിഷിദ്ധമായി പ്രഖ്യാപിച്ച കള്ളടക്കമുള്ള കഞ്ചാവടക്കമുള്ള ലഹരികൾ ഉപയോഗിച്ചും ആഘോഷിക്കുന്ന ഈ പരിപാടിയുടെ പേര് ഇത് പ്രവാചക സ്നേഹമെന്നല്ല. അങ്ങനെ ആരും കണക്കാക്കണ്ട. ഈ പച്ചയിൽ രക്ഷപ്പെടാമെന്നല്ല, ഇത് ശിക്ഷിക്കപ്പെടാൻ മാത്രം ഗൗരവമേറിയ തിന്മകളാണ് നബിസ്നേഹത്തിൻ്റെ പേരിൽ ഈ മാസങ്ങളിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് കൃത്യമായ, ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, നന്മയിലേക്കുള്ള ക്ഷണമാണ്, ഗുണകാംക്ഷ മാത്രമാണ്. പ്രവാചകർ അത്രമേൽ സ്നേഹിച്ച ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറ്റെന്തിനേക്കാളും സ്നേഹിക്കാൻ, അത് പ്രവാചകന്റെ ജീവിതം പിൻപറ്റിക്കൊണ്ട് സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതിനുള്ള ശ്രമമായിരിക്കണം ജീവിതം. അല്ലാഹു തൗഫീഖ് നൽകി.